അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഅ്മിനീങ്ങളെ, ഒരു ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. ആ ഒരു വഫാത്തിൻ്റെ ആ ഒരു അവസാന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹജ്ജ് ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദത്തൻ ഫീ സബീലിക, നിൻ്റെ മാർഗത്തിൽ ഷഹീദാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വ മൗത്തത്തൻ ഫീ ബലദി റസൂലിക, നിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ വെച്ചുകൊണ്ട് എനിക്ക് മരണപ്പെടുകയും വേണമെന്ന് അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ഇനി ഒരിക്കലും മദീനയിൽ ഒരു യുദ്ധം ഉണ്ടാവുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ആ മദീനയിൽ വെച്ചുകൊണ്ട് ഷഹീദാവുക എന്നുള്ള ആഗ്രഹം നടക്കുക? എങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അള്ളാഹുവിനോട് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സുബഹി നിസ്കാരത്തിന് വേണ്ടി അദ്ദേഹം പള്ളിയിലെത്തി. അങ്ങനെ ഇമാമ് നിന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ അബൂ ലുഅ്ലുഅത്ത് എന്ന പേരുള്ള മജൂസിയായ ഒരു അടിമ അദ്ദേഹത്തെ പിന്നിൽ നിന്നും കടാര കൊണ്ട്, വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് കുത്തി. അങ്ങനെ അദ്ദേഹത്തിന് 6 കുത്തുകളേറ്റു. അതിൽ ഒരു കുത്ത് അദ്ദേഹത്തിൻ്റെ പൊക്കിളിൻ്റെ താഴത്തേറ്റപ്പോൾ ആ മുറിവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വയറിലുള്ള കുടൽമാലകളൊക്കെ പുറത്തേക്ക് ചാടി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സ്വഹാബത്തെല്ലാം അദ്ദേഹത്തെ വീട്ടിലേക്ക് എത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടി മുന്തിരിച്ചാറും പാലും കൊടുത്തു. ആ ഒരു സാഹചര്യത്തിൽ അതൊക്കെ കുടിക്കുമ്പോൾ ആ മുറിവിലൂടെ അത് പുറത്തേക്ക് തന്നെ ഒഴുകുന്ന ഒരു സാഹചര്യം. ഇവിടെ ഈ അവസാന സന്ദർഭത്തിൽ, അവസാന ഘട്ടമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മകനായ അബ്ദുള്ള എന്നിവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി വസിയത്ത് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരാൻ പറയണം എന്ന്. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മഹാനവറുകളെ, റസൂലുള്ളാഹി താങ്കളുടെ അടുക്കൽ മുനാഫിക്കീങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, അതെനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും എനിക്കും മാത്രം കാണാൻ അനുമതിയുള്ള ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തരാൻ എനിക്ക് നിർവാഹമില്ല. അതുകൊണ്ട് മഹാനവറുകൾ അതെന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എങ്കിൽ ആ ലിസ്റ്റിൽ, ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എന്നൊന്ന് താങ്കൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ആ ലിസ്റ്റിൽ താങ്കളുടെ പേരില്ല എന്ന് പറഞ്ഞു. ഈ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, അശറത്തുൽ മുബശ്ശിരീനായ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ ഈമാനിൽ എന്തെങ്കിലും കളങ്കമുണ്ടോ എന്ന് ഭയപ്പെടുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അത്രയും വലിയ വലിയ മഹാന്മാരായ ആളുകൾ പോലും അവരുടെ ഈമാൻ ഉറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയം കാണിക്കുമ്പോൾ, ഇത്രയും വഴിപിഴച്ച ജീവിതം നയിക്കുന്ന, ഇത്രയും മോശമായ ജീവിതം നയിക്കുന്ന നാമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ഈമാൻ എത്രത്തോളം ഉണ്ട് എന്ന് നാമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ മറ്റുള്ള ആളുകളെ, അവരുടെ ഇബാദത്തിനെ നോക്കാതെ, അവരുടെ ഈമാൻ അളക്കാൻ പോവാതെ നമ്മുടെ ഈമാൻ എത്രത്തോളം ഉണ്ട് ആണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം എന്നുള്ളത്. കഴിയുന്നത്രയും ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് എല്ലാവരോടും വിനയത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ പെരുമാറുമ്പോൾ, അത്തരത്തിലുള്ള ഒരു ആത്മസംസ്കരണത്തിലൂടെ, സ്വഭാവ സംസ്കരണത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രൂപത്തിൽ, ആ ഒരു പാതയിലൂടെ, അവരൊക്കെ കാണിച്ചു തന്ന ആ മാതൃകയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ അല്ലാഹു നല്ല ഉയർച്ച നൽകിക്കൊണ്ട്, നല്ല സൽസ്വഭാവികളായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.